അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഇൻഷാ അല്ലാഹ് ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അത്ഫുൽ ബയാനെ സംബന്ധിച്ചാണ്. വസ്സാലിസു മിനത്ത് തവാബിഅ, താബിഉകളിൽ നിന്നുള്ള മൂന്നാമത്തേതാകുന്നത് അത്ഫുൽ ബയാൻ, അത്ഫ് ബയാനാകുന്നു. എന്തുകൊണ്ടാണ് അത്ഫുൽ ബയാൻ എന്ന് പറയാനുള്ള കാരണം ശേഷം ഷാരിഹ് പറയാണ്. സുമ്മിയ എന്ന് പറഞ്ഞാൽ സുമ്മിയ എന്ന് പറയുമ്പോൾ സുമ്മിയ ഹാദൻ നൗഉ സാലിസു മിനത്ത് തവാബിഅ എന്ന് വെച്ച് കൊടുക്കുക. അത് നൈബ് ഫൈൽ, ഒന്നാം മഫ്ഊൽ. അതായത് ഈ തവാബികളിൽ നിന്നുള്ള ഈ മൂന്നാമത്തെ ഇനത്തെ സുമ്മിയ വിളിക്കപ്പെട്ടു. ബിഹി എന്ന ദമീർ അത്ഫുൽ ബയാൻക്ക് മടക്കണം. ബി അത്ഫുൽ ബയാൻ ഉദ്ദേശം. അപ്പോൾ രണ്ടാമത്തെ മഫ്ഊൽ ചിലപ്പോൾ ബാ കൊണ്ട് മുട്ടടക്കലുണ്ട്, അല്ലാതെ ഡയറക്റ്റ് മുട്ടടക്കലുണ്ട്. അപ്പോൾ സുമ്മിയ എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ താബികളിൽ നിന്ന് മൂന്നാമത്തെ ഇനത്തെ വിളിക്കപ്പെട്ടു. ബിഹി എന്ന് പറഞ്ഞാൽ ബി അത്ഫിൽ ബയാൻ, അത്ഫ് ബയാൻ എന്ന് വിളിക്കപ്പെട്ടു. അതിൻ്റെ കാരണം ഇല്ലത്ത് പറയാനില്ലേ. കാരണം അന്ന തീർച്ചയായും ഹു എന്ന് പറഞ്ഞാൽ ഈ നോക്കില്ല ലഫ്ദ് സാനിയ, ഈ രണ്ടാമത് നമ്മൾ പറയുന്ന അത്ഫ് ബയാനായി വരുന്ന ഈ രണ്ടാമത് വരുന്ന ലഫ്ദ് ഉണ്ടല്ലോ, അത്ഫ് ബയാൻ. രണ്ടാമതായി നമ്മൾ പറയുന്ന മത്ബൂന് താബിയാക്കി പറയുന്ന ഈ അത്ഫ് ബയാനായിട്ട് പറയുന്ന ഈ രണ്ടാമത്തെ ലഫ്ദ് ആകുന്നത്. കാരണം തീർച്ചയായും ഈ രണ്ടാമത്തെ ലഫ്ദ് തക്റാറുൻ, അതൊരു ആവർത്തനമാണ്. ഒന്നാമത്തതിൻ്റെ ആവർത്തനം എന്ന ഉദ്ദേശം. കാരണം എന്താ, ഒന്നാമത്തതിൻ്റെ ഒരു മുറാദിഫായിരിക്കല്ലോ, ഒരു മുറാദിഫിനെ പോലെ തന്നെ ആയിരിക്കും. എന്ന് മാത്രമല്ല ഈ രണ്ടിൻ്റെയും അതിൻ്റെ മേലെ അറിയിക്കുന്ന രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ ജാ അഹൂക്ക സെയ്ദുൻ, അഹൂക്ക എന്ന് പറഞ്ഞാലും സെയ്ദ് എന്ന് പറഞ്ഞാലും ഒരേ ദാത്താണ്. അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ കാരണം അന്ന തീർച്ചയായും ഹു, ഈ ലഫ്ദ് സാനി രണ്ടാമത്തെ ലഫ്ദ് അതൊരു തക്റാറുൻ ആവർത്തനമാകുന്നു, ഒന്നാമത്തതിൻ്റെ ആവർത്തനമാകുന്നു. എന്തിനാണ്? ലി സിയാദത്തുൽ ബയാനി, ആ വ്യക്തതയെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി, ബയാൻ അധികരിപ്പിക്കാൻ വേണ്ടി ആവർത്തിച്ചു വരുന്ന ഒന്നാകുന്നു അത്ഫുൽ ബയാൻ. മനസ്സിലാവുണ്ടോ? അതാണ് ബയാൻ വർദ്ധിപ്പിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് അത്ഫുൽ ബയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും അടിസ്ഥാനമൊക്കെ ഷർഹുകളിലൊക്കെ ഷർഹു തസ്രീഹിലും ഔദഹുൽ മസാലിക്കിലൊക്കെ പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ ജാ അഹൂക്ക സെയ്ദു എന്ന് പറയുമ്പോൾ സെയ്ദു നമ്മൾ അത്ഫുൽ ബയാനാക്കി പറയും. അപ്പോൾ ശരിക്കും അതിൻ്റെ അസ്ൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വഹുവ സെയ്ദുൻ എന്നായിരുന്നു. ജാ അഹൂക്ക വഹുവ സെയ്ദുൻ എന്നായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഫഹുദിഫൽ ഹർഫു വ ദമീറൂന, ഈ വാവ് എന്ന അത്ഫിൻ്റെ ഹർഫിനെയും ദമീറിനെയും ഹുവ എന്ന ദമീറിനെയും കളഞ്ഞു. അങ്ങനെ വ ഉഖീമ സെയ്ദുൻ മുഖാമഹു, സെയ്ദിനെ വഹുവ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് ഇറക്കി എന്നാണ്. അങ്ങനെയാണ് ജാ അഹൂക്ക സെയ്ദുൻ എന്ന് വന്നത്. അപ്പോൾ അതാണ് അത്ഫുൽ ബയാൻ എന്ന് പറയുന്നത്. അത് പറയാനുള്ള കാരണം ബയാൻ ഒരു വ്യക്തത വർദ്ധിപ്പിച്ച് തരുന്നുണ്ട് ഒന്നാമത്തതിൻ്റെ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇതിനെ കൂഫക്കാർ തർജമ എന്നൊക്കെ തർജമ എന്ന് കൂഫക്കാരിന് പേര് പറയാറുണ്ട്. ഇനി നോക്കാം, വഹുവ ഈ അത്ഫുൽ ബയാൻ എന്ന് പറഞ്ഞാൽ താബിഉൻ, അതൊരു താബിയാണ്. മോദിഹുൻ വ്യക്തമാക്കുന്ന താബിയാണ്. ലി മത്ബൂഇഹി, അതിൻ്റെ മത്ബൂഇനെ അഥവാ താബിഇൻ്റെ മത്ബൂഇനെ വ്യക്തമാക്കുന്ന ഒന്നാകുന്നു അത്ഫുൽ ബയാൻ. ഇൻകാന മാരിഫത്തൻ, അതെപ്പോഴാണ്? ഇൻകാന മാരിഫ, അത് മാരിഫയാകുമ്പോഴാണ്. സിഫത്തിനെ പോലെ തന്നെ നമ്മൾ സിഫത്തിൻ്റെ ബാബു പറഞ്ഞല്ലോ, മാരിഫയാണെങ്കിൽ അത് തൗദീഹായിരിക്കും. അതല്ല നെക്കറയാണെങ്കിൽ ഖുസൂസിയത്ത് കൊടുക്കാനാണ് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ്. അപ്പോൾ മത്ബൂഇനെ ഒന്ന് തൗദീഹ് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഇൻകാന മാരിഫ, ആ മത്ബൂ എന്താണെങ്കിൽ, ഇൻകാന മത്ബൂ ആണെങ്കിൽ മാരിഫത്തൻ, മാരിഫയാണെങ്കിൽ ഇങ്ങനെയാണ് അധികരിച്ചുണ്ടാവുക. അല്ലെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഏതൊരു താബിയാണ്. എങ്ങനത്തെ താബിയാണ്? താബിഉൻ മുഖസ്സിസുൻ, തഖ്സീസാക്കുന്ന, ഖുസൂസിയത്ത് കൊടുക്കുന്നതായിരിക്കും. ലഹു എന്ന് പറഞ്ഞാൽ മത്ബൂന് ഖുസൂസിയത്ത് കൊടുക്കുന്ന, ഒരു പ്രത്യേകത കൊടുക്കുന്നവനായിരിക്കും. അതെപ്പോഴത്? ഇൻകാന മത്ബൂ ആണെങ്കിൽ, നെക്കറയാണെങ്കിൽ. ഇനി വൽ ഫർഖ് വ്യത്യാസമാകുന്നത് ബൈനഹു വബൈന നാത്തി, ബൈനഹു എന്ന് പറഞ്ഞാൽ അത്ഫ് ബയാനും വബൈന നാത്തി, അപ്പം നാത്തിനും ഇടയിലുള്ള ഫർക്ക് വ്യത്യാസം എന്താ? അന്ന തീർച്ചയായും ഹു, ഈ അത്ഫുൽ ബയാൻ എന്നുള്ളത് ജാമിദായിരിക്കും. ജാമിദോ അല്ലെങ്കിൽ ജാമിദിൻ്റെ സ്ഥാനത്തുള്ളതൊക്കെ ആയിരിക്കും ഏത് അത്ഫു ബയാൻ. മനസ്സിലായില്ലേ? എങ്ങനത്തെ ജാമിദാണ്? ഗൈറു മുഅവ്വലിൻ ബി മുസ്തഖിൻ, മുസ്തഖ് കൊണ്ട് തഅ്വീൽ ചെയ്യപ്പെടാത്ത ജാമിദാകുന്നു അത്ഫുൽ ബയാൻ. സിഫത്താവുമ്പോൾ അങ്ങനെയല്ല. നോക്കിൽ അതെന്തായിരിക്കും? ജാമിദല്ല, സിഫത്തായിരിക്കും. അല്ല, സിഫത്ത് കൊണ്ട് തഅ്വീൽ ചെയ്യപ്പെടുന്നതായിരിക്കും.
ബി ഖിലാഫിൻ നാത്തി, അതാ ഷാരിഹ് പറയുന്നത് നാത്തിനെതിരായിക്കൊണ്ട്. അപ്പോൾ ഇന്നഹു തീർച്ചയായും ഈ നാത്തെന്ന് പറഞ്ഞാൽ ഇമ്മാ മുഷ്തഖുൻ, ഒന്നുകിൽ മുഷ്തഖായിരിക്കും, ക സൈദുനി താജിറു പോലെ, മുഷ്തഖാണ് ഇസ്മുഫാലി ഇസ്മഫൂൽ പോലത്തെ സിഫത്ത് മുഷബ്ബഹ സിയഗത്തു മുബാലഗ അങ്ങനത്തെ മുഷ്തഖുകളായിരിക്കും. അത്താജിറു കണ്ട സിഫത്താണ്. ഔ മുഅവ്വലും ബിഹി, അല്ലെങ്കിൽ മുഅവ്വലും ബിഹി എന്ന് പറഞ്ഞാൽ ബിസ്സിഫ, സിഫത്ത് കൊണ്ട് തഅ്വീൽ ചെയ്യപ്പെടുന്നതായിരിക്കും. ഇതുപോലെ മറർതു ബി സൈദിൻ ഹാദാ കണ്ടോ. അപ്പോൾ ഈ സൈദിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു. അപ്പോൾ ഹാദാ എന്നുള്ളത് ജാമിദാണ്, പക്ഷെ അതെന്താ, അത് മുഷ്തഖ് കൊണ്ട് തഅ്വീൽ ചെയ്യും. താഴെ പറയുന്നുണ്ട്. ഔ അല്ലെങ്കിൽ ബിഖാഇൻ അർഫജിൻ കുല്ലു എന്ന് പറഞ്ഞാൽ ഔ മറർതു ബിഖാഇൻ അർഫജിൻ കുല്ലു എന്നാ. ഖാ എന്ന് പറഞ്ഞാൽ അൽ മുസ്തവ മിനൽ അർദ് അല്ലദീ ലാ യംബുത്ത്, പുല്ലൊന്നും മുളക്കാത്ത നിരപ്പായ സമമായ ഭൂമി. അപ്പോൾ മറർത്തു ഞാൻ നടന്നു, മറർത്തു ഔ മറർത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ വെക്കണം നമ്മൾ. ഞാൻ നടന്നു, സഞ്ചരിച്ചു, ബി ഖായിൻ മുളക്കാത്ത, പുല്ലൊന്നും മുളക്കാത്ത നിരപ്പായ ഒരു ഭൂമിയിലൂടെ ഞാൻ സഞ്ചരിച്ചു. എങ്ങനത്തെ ഭൂമി? ആ ഖായിൻ്റെ സിഫത്താണ്. നോക്കി നിങ്ങൾ, അർഫജിൻ അത് ജാമിദ, പക്ഷേ ആ ജാമിദാണെങ്കിലും അതെന്ത് ചെയ്യും, സിഫത്ത് കൊണ്ട് അതിനെന്ത് ചെയ്യും, തഅ്വീൽ ചെയ്യും. അർഫജിൻ എന്ന് പറഞ്ഞാൽ ഹഷിനിൻ അർത്ഥം, ഹഷിനുൻ പരുപരുത്ത. അപ്പോൾ കുല്ലുഹു എന്നുള്ളത് അർഫജിൻ എന്നുള്ളതിൻ്റെ ഹഷിനുൻ എന്ന പരുപരുത്ത എന്നർത്ഥമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഫായിലാണ് കുല്ലുഹു. കുല്ലുഹു അതിൻ്റെ ഫായിലാണെന്ന് സജായിൻ്റെ ഹാഷിയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അർഫജിൻ കുല്ലു ഫായില. അപ്പം മുഴുവൻ പരുപരുത്ത ഒരു പുല്ല് മുളക്കാത്ത നിരപ്പായ ഒരു ഭൂമിയിലൂടെ ഞാൻ സഞ്ചരിച്ചു. അപ്പോൾ ഹാദ അർഫജ് ഇതൊക്കെ എങ്ങനെ തെളിവ് നോക്കുക. ഇതിൽ മാന, അപ്പോൾ ഇത് കാരണം അൽ മാന എങ്ങനെ വരിക? മറർത്തു ബി സൈദിൻ ഹാദാൻ്റെ മറർത്തു ബി സൈദിൻ അൽ മുഷാരി ഇലൈഹി എന്നാ വരിക. അൽ മുഷാരി ഇലൈഹി ആണോ. അപ്പോൾ ഇസ്മു മഫ്ഊൽ കൊണ്ട് തഅ്വീൽ ചെയ്തു. ഇസ്മു മഫ്ഊൽ കൊണ്ട് അൽ മുഷാരി ഇലൈഹി എന്ന് തഅ്വീൽ ചെയ്ത് കാണാൻ പറ്റും. അത് ഹാദാൻ്റെ തഅ്വീലാണ്. അതേപോലെ വബി ഖായിൻ ഖഷിനിൻ, അർഫജ് എന്നുള്ളത് ഖഷിനിൻ എന്ന സിഫത്ത് കൊണ്ട് തഅ്വീൽ ചെയ്യും. അപ്പോൾ സിഫത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എപ്പോഴും ജാമിദാണെങ്കിലും സിഫത്ത് കൊണ്ട് സിഫത്താകുമ്പോൾ അത് ജാമിദായി വന്നാലും അത് തഅ്വീൽ ചെയ്യും. ബി സൈദിൻ അൽ മുഷാരി ഇലൈഹി എന്നാണ്. ഈ ഇഷാറത്താണല്ലോ, ഇഷാറത്തിൻ്റെ മാനല്ല ഹാദാ. ഒക്കെ ഇഷാറത്തിൻ്റെ ഇസ്മിഷാറകളല്ലേ, അവനിലേക്ക് ചൂണ്ടപ്പെടും. അപ്പോൾ ബിഖായിൻ ഖഷിൻ എന്ന് പറഞ്ഞാൽ, ഖഷിൻ എന്ന് പറഞ്ഞാൽ പരുപരുത്ത. അപ്പോൾ അർഫജിൻ്റെ മാനാണ്. അപ്പോൾ ഫയുവാഫിഖു അത്ഫുൽ ബയാനി, ഫയുവാഫിഖു അത്ഫുൽ ബയാൻ, അപ്പോൾ അത്ഫു ബയാൻ യോജിക്കും മത്ബൂഅഹു അതിൻ്റെ മത്ബൂവിനോട്. ഫയുവാഫിഖു ഈ അത്ഫുൽ ബയാൻ യോജിക്കും മത്ബൂഅഹു അതിൻ്റെ മത്ബൂവിനോട്. അഥവാ 10 4 നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ വിഷയത്തിലാണ്? ഫി തൻകീറിലും വത്തദ്കീറിലും വൽ ഇഫ്റാദി വ ഫുറൂഇഹിന്ന, നക്കിറ അതേപോലെ മുദക്കർ മുഫ്രദ് വ ഫുറൂഇഹിന്ന ഇവകളുടെ ഇവകളുടെ ഫറ പറയുമ്പോൾ തൻകീറാകുമ്പോൾ താരീഫ്, തദ്കീർ തനീസ്, ഇഫ്റാദ് പറയുമ്പോൾ മുസന്ന ജമ്മു. അപ്പോൾ ഇവകളിലൊക്കെ യോജിപ്പുണ്ടാകും. കമാ യുവാഫിഖു നാത്ത്, അതുപോലെ നാത്ത് യോജിക്കുന്നത് പോലെ മനൂത്തഹു അതിൻ്റെ മനൂത്തിനോട് ഫീദാലിക്ക വിഷയത്തിൽ 10 4 നാത്ത് മനൂത്തിനോട് യോജിക്കുന്നത് പോലെ അത്ഫു ബയാൻ അതിൻ്റെ മത്ബൂവിനോട് യോജിക്കുമെന്നാണ്. ഫമിസാലു മൂദിഹിൽ മാരിഫ ആണെങ്കിൽ, മത്ബൂ മാരിഫ ആണെങ്കിൽ എന്താണ് ഈദാഹ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അതാ മാരിഫയെ തൗദീ മൂദിഹ് വ്യക്തമാക്കുന്നതിൻ്റെ ഉദാഹരണം നോക്കുക. അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമറു മാ മസ്സഹ മിൻ നഖബിൻ വലാ ദബർ. ഇത് പറഞ്ഞ ഖായിൽ അറാബിയൻ മജ്ഹൂലാണ്. ഖീല അബ്ദുല്ലാഹ് എന്ന ആളാ പറഞ്ഞതെന്ന് അറിയപ്പെടുന്നുണ്ട്. ഏതായാലും നോക്കാം. അഖ്സമ ബില്ലാഹി അള്ളാഹുൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അബൂ ഹഫ്സ അതായത് ഉമറു, അതായത് അത്ഫു ബയാനാണ്. അതായത് അബൂ ഹഫ്സ പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്ന ഉമറു. അപ്പോൾ നമ്മൾ തെളിവ് അഖ്സമ ബില്ലാ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞു, അബൂ ഹഫ്സ് പറഞ്ഞു. അപ്പോൾ മാരിഫ് അല്ലേ. അപ്പോൾ മാരിഫനെ ഉമറു എന്നുള്ള അത്ഫു ബയാൻ പറഞ്ഞത് എന്താ? ഒന്ന് വ്യക്തമാക്കുക എന്ന ഉദ്ദേശം മാത്രം. എന്താ പറഞ്ഞത്? മാ മസ്സഹ എന്ന് പറഞ്ഞാൽ മാ മസ്സഹ ആ ഒട്ടകത്തിനെ ബാധിച്ചിട്ടില്ല. മിന്ന് അവിടെ സായിദാണ്, നഖബ് ഫായിലാണ്. മിൻ നഖബിൻ വലാ ദബർ. നഖബ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് മുറിയാണ്, ഒട്ടകത്തിൻ്റെ മുതുകിലുണ്ടാകുന്നൊരു മുറി. വലാ ദബർ എന്ന് പറഞ്ഞാൽ
ഈ ഒട്ടകത്തിൻ്റെ ഈ ഒട്ടകക്കട്ടിലൊക്കെ ഒട്ടകത്തിൻ്റെ മേലെ ഇങ്ങനെ ഒരസീറ്റ് കൂട്ടിമുട്ടി ഇങ്ങനെ ഒരസിയിട്ടുണ്ടാകുന്ന വ്രണം. അപ്പോൾ ആ വ്രണമൊന്നും അതിനെ ബാധിച്ചില്ല എന്നാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ സംഭവം പറയുന്നത് അല്ലാഹു അലം, അതായത് ഒരു അറാബി വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ ഒട്ടകത്തിന് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അതായത് മുറിവും അതേപോലെ ഇങ്ങനെ ഒട്ടകട്ടിലൊക്കെ ഉരസിയിട്ട് വ്രണമൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വേറെ പകരം തരണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റയടിക്ക് പറഞ്ഞു മാമസ്സഹാമിൻ നഖബിൻ വലാ ദബരിന്ന, അതിനൊരു പ്രശ്നവുമില്ല, വ്രണവുമില്ല, മുറിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതാണത്. പിന്നെ മടക്കി കൊടുത്തതൊക്കെ കാണുന്നുണ്ട് സംഭവം അല്ലാഹു അലം. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോൾ ഷാഹിദ് എന്താണ്, അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമറുന, അബൂ ഹഫ്സിൻ്റെ മത്ബൂ അതിനെ മാരിഫാണ്. അപ്പോൾ ഈദാഹ് ചെയ്യാനാണ് ഉമറു എന്ന് വന്നത്, അത്ഫ് ബയാൻ. അപ്പോൾ ഇറാബൊക്കെ വാദിയാണല്ലോ. അഖ്സമ എന്ന് പറഞ്ഞാൽ ഫീൽ മാദിയാണ്, ബില്ലാഹി ജാർ മജ്റൂർ, അതിൻ്റെ മുതഅല്ലഖ് അഖ്സമനോടാണ്. അഖ്സമ ബില്ലാഹ്. അബൂ ഹഫ്സ് ഫായിലാണ്. അബൂ എന്നുള്ള ഫായിൽ മർഫൂം ബിൽ വാവാണ്, ദമ്മത്തിന് നിയാബത്തനാണ് ദമ്മ, അസ്മാഉ സിത്തപ്പെട്ടാണല്ലോ. ഹഫ്സിൻ മുദാഫ് ഇലൈഹി, ഉമറു അത്ഫു ബയാനാണ്. അബൂ ഹഫ്സക്ക് അത്ഫു ബയാൻ. മാ ഹർഫു നഫി, മസ്സ ഹ മസ്സ ഫിയലുൻ മാദിൻ, ഹ മഫൂലാണ്. മിന്ന് ഹർഫു ജർ സായിദാണ്, നഫിക്ക് ശേഷം വന്നല്ലോ. നഖബിൻ എന്നുള്ളത് ഫായില, മസ്സൻ്റെ ഫായില, മർഫൂ. അപ്പോൾ എങ്ങനെ പറയണം, മർഫൂ ബി ദമ്മത്തിൻ മുഖദ്ദറത്തിൻ അലൽ യാ, ബാഇൻ്റെ മേലെ തഖ്ദീർ ചെയ്യുന്ന ദമ്മത്ത് കൊണ്ട് മർഫൂവാന്ന് നോക്കണം. അതിൻ്റെ കാരണം ഇസ്തിഗാലിൽ മഹല്ലി ബി ഹറക്കത്തി ഹർഫിൽ ജർരി സായിദായ ജറിൻ്റെ ഹർഫിൻ്റെ ഹറക്കത്ത് കൊണ്ട് അവിടെ എന്തായി ശുഗലായി എന്നതുകൊണ്ടാണ്. അപ്പോൾ ലഫ്ദ് കൊണ്ട് മജ്റൂറാണെങ്കിൽ അവിടെ ശരിക്കും എന്താണ്, ഫായിൽ മർഫൂവാണ്. വല ദബർ, വാവ് അത്തുഫാണ്, ലാ സായിദാണ്, നഫിയെ തൗക്കീദ് ചെയ്യാൻ വേണ്ടി വന്ന തൗക്കീദു നഫി. ദബർ നഖബിൻ്റെ മേലേക്ക് മഅ്തൂഫാണ്. ഇനി വൽ മുറാദു ബിഹി, ഇനി ശാരി പറയാം, വൽ മുറാദു ബിഹി, ബിഹി എന്ന് പറഞ്ഞാൽ അബി ഹഫ്സ്, അബൂ ഹഫ്സ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണ്, ഉമർ ഇബ്നുൽ ഖത്താബി റളിയല്ലാഹു അൻഹു ആകുന്നു. ഉമറു എന്നുള്ളത് അത്ഫ് ബയാനാകുന്നു, ലി അബി ഹഫ്സക്ക് അത്ഫ് ബയാനാകുന്നു. ദുക്കിറ, ഈ ഉമറിനെ പറയപ്പെട്ടത് ലി ഈദാഹി ഹി എന്ന് പറഞ്ഞാൽ ലി ഈദാഹി അബി ഹഫ്സ, ഈ ഉമറിനെ പറയപ്പെട്ടു ലി ഈദാഹി വ്യക്തമാക്കാൻ വേണ്ടി, ഹി എന്ന് പറഞ്ഞാൽ അബി ഹഫ്സയെ. അപ്പോൾ അബൂ ഹഫ്സയെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഉമറിനെ പറയപ്പെട്ടത്. വഖദ് എന്ന് മാത്രമല്ല, തീർച്ചയായും തബിഅ, ഈ ഉമർ പിന്തുടർന്നു, ഇറാബിൽ ഫോളോ ഈ ഉമർ എന്നുള്ളത് ഫോളോ ചെയ്തു, പിന്തുടർന്നു. ഹു എന്ന് പറഞ്ഞാൽ അബൂ ഹഫ്സയെ ഫോളോ ചെയ്തു. ഫിർ റഫിൻ്റെ വിഷയത്തിലും വൽ ഇഫ്രാദിൻ്റെ വിഷയത്തിലും വത്തദ്കീർ വത്താരീഫിൻ്റെ ഈ 4 വിഷയത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം അബൂ ഹഫ്സ റഫാണ്, റഫ് കിട്ടി. ഉമറു ഇഫ്രാദ് മുഫ്രദാണ്, മുദക്കർ താരീഫിലൊക്കെ യോജിച്ചു. ഇനി മിസാൽ മുഖസ്സിസിൻ നക്കിറ, നക്കിറയെ തഖ്സീസാക്കിൻ്റെ ഉദാഹരണം നഹ്വു ഖൗലിഹിം, അവരുടെ ഖൗല് പോലത്തതാണ്. ഹാദാ ഖാത്തമുൻ ഹദീദുൻ, ഹാദാ ഇത് ഖാത്തമുൻ മോതിരമാകുന്നു, ഹദീദുൻ അതായത് ഇരുമ്പ്. അപ്പോൾ ഹദീദ് എന്നുള്ളത് അത്ഫ് ബയാനില്ലി ഖാത്തമിന് അത്ഫ് ബയാനാണ്. ദുക്കിറ, ഈ ഹദീദിനെ പറയപ്പെട്ടു ലി തഖ്സീസി, പ്രത്യേകമാക്കാൻ വേണ്ടിയാണ്. ഹി എന്ന് പറഞ്ഞാൽ ഖാത്തമിന് ഒന്നുകൂടിയും ഖുസൂസിയത്താക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ വേറെ നിൽക്കും പറയാം, നമ്മൾ ഇതല്ലാത്ത ഉദാഹരണം പറയുന്നുണ്ട് നമ്മൾ. വലാക്കിൻ പക്ഷേ യജൂസു അനുവദനീയമാകുന്നു, ഫീഹി എന്ന് പറഞ്ഞാൽ ഫിൽ ഹദീദ് എന്നുള്ളിടത്ത് നമുക്ക് ജറും ജായിസാണ്, അനുവദനീയമാണ്. എങ്ങനെ, ബിൽ ഇദാഫത്ത് കൊണ്ട് ജറും ജായിസാണ്. പക്ഷേ അലാമാന മിൻ, ബയാനിയായ മിന്നിൻ്റെ മാനാക്കായിരിക്കും. നമ്മൾ ഇദാഫത്തിൻ്റെ വാവിൽ ഉദാഹരണമായിട്ട് പറയുന്നതാണ് മിന്നിൻ്റെ മാന. അപ്പോൾ ഹാദാ ഖാത്തമുൻ ഹാദാ ഖാത്തമു മിൻ ഹദീദ് എന്നർത്ഥം. അപ്പം എന്താ അർത്ഥം, ഇരുമ്പിനാലുള്ള മോതിരമാകുന്നു ഇത് എന്നാണ്. ഇനി അവിടെ എന്തും പറ്റും, വൻ നസ്ബു എന്ന് പറഞ്ഞാൽ വയജൂസുൻ നസ്ബുന, നസ്ബും പറ്റും. അല തമ്മീസി, തമ്മീസ് അടിസ്ഥാനത്തിൽ, അവിൽ ഹാലടിസ്ഥാനത്തിലോ തമ്മീസ് അടിസ്ഥാനത്തിലോ നമുക്ക് എന്തും കൊടുക്കാൻ നസ്ബും പറ്റും. പക്ഷേ തമ്മീസാണ് നല്ലത് എന്നാണ് ഷാരിഹ് പറയുന്നത്. അതിൻ്റെ കാരണം നോക്കുക, വല്ലവ്വലു ഉണ്ട്, ഈ രണ്ട് അഥവാ ഹാലായിട്ട് പറയുന്നതും തമ്മീസാക്കി പറയുന്നതും, അവ്വലു എന്നാൽ തമ്മീസാക്കി പറയലാണ് ഔല, ഏറ്റവും നല്ലത്. അതിൻ്റെ കാരണം എന്താ, കാരണം കൗനി ഹി എന്ന് പറഞ്ഞാൽ ലി കൗനിൽ ഹദീദ്, ഈ ഹദീദ് എന്നുള്ളതായ കാരണത്താൽ ജാമിദൻ മഹ്ദൻ, തനിച്ച ജാമിദാണത്. അപ്പോൾ ഫലാ യഹ്സനു, അത് കാരണത്താൽ ഫലാ യഹ്സനു യോജിക്കുകയില്ല, നന്നാവുകയില്ല. കൗനു ഹു എന്ന് പറഞ്ഞാൽ കൗനുൽ ഹദീദി, ഈ ഹദീദ് ആവുക എന്നുള്ളത് ഹാലാവാൻ പറ്റൂല, ഹാലും അതേപോലെ സിഫത്തൊന്നും ആവാൻ പറ്റൂല, തനിച്ച ജാമിദല്ലേ. അപ്പോൾ തനിച്ച ജാമിദ് ഹാലാവൽ നന്നാവുകയില്ല. അപ്പോൾ നല്ലത് തമ്മീസാക്കലാകുന്നു. അതാണ് തമ്മീസാക്കലാവില്ല എന്ന് ഷാരിഹ് പറഞ്ഞത്.
എന്നാൽ വമന കസീറും മിൻഹും, എന്നാൽ ഇനി നോക്കുക ഈ നെക്കിറയെ അത്ഫ് ബയാനാക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ നോക്കുക. വമന തടഞ്ഞു കസീറും മിൻഹും, നഹ്വീങ്ങളിൽ മിൻഹും എന്ന് പറഞ്ഞാൽ മിനൻ നഹ്വീന, നഹ്വീങ്ങളിൽ അധികരിച്ച ആളുകളും തടഞ്ഞു, അഥവാ ജുംഹൂറുൽ ബസ്രക്കാരൊക്കെ അഭിപ്രായക്കാരാണ്. എന്താ തടഞ്ഞത്? കൗന അത്ഫിൽ ബയാനി, അത്ഫ് ബയാൻ ആവുക എന്നുള്ളത് ഫിൻ നെക്കിറാത്തി, നെക്കിറകളിൽ അത്ഫ് ബയാൻ ആവുക എന്നുള്ളതിനെ നഹ്വീങ്ങളിൽ ഭൂരിഭാഗവും തടഞ്ഞു. അപ്പോൾ നെക്കിറയിൽ അത്ഫ് ബയാൻ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നെക്കിറയെ താബിയാക്കിയിട്ട് അത്ഫ് ബയാൻ എന്താണ്, നെക്കിറനെ താബിയാക്കി അത്ഫ് ബയാൻ വീണ്ടും നെക്കിറയായിട്ട് വരിക എന്നുള്ള പരിപാടി, നെക്കിറയെ താബിയാക്കിയിട്ട് അത്ഫ് ബയാൻ നെക്കിറയായിട്ട് വരിക എന്നുള്ള പരിപാടി അത് ഭൂരിഭാഗം ആളുകളും തടഞ്ഞിട്ടുണ്ട്. കാരണം എന്താ അവർ പറഞ്ഞ കാരണം? ഇത് കാരണം നെക്കിറാത്തു, നെക്കിറകൾ എന്ന് പറഞ്ഞാൽ മജ്ഹൂലത്തുൻ, അതൊരു മജ്ഹൂലാണല്ലോ, വിവരമില്ല, എന്താണ്, അറിവില്ലാത്ത മജ്ഹൂലായ കാര്യങ്ങളാണല്ലോ. പക്ഷേ അപ്പോൾ വൽ മജ്ഹൂലു, മജ്ഹൂലാകട്ടെ ഈ ഒരു അപ്പോൾ ഈ അത്ഫ് ബയാനും മജ്ഹൂലായിട്ടല്ലേ വരിക. അപ്പോൾ വൽ മജ്ഹൂല് ലാ യുബയ്യിനുൽ മജ്ഹൂല, മജ്ഹൂലിനെ വ്യക്തമാക്കൂല. ഒരു അറിവില്ലാത്ത കാര്യം ഒരറിവില്ലാത്ത കുറിച്ചിങ്ങനെ വ്യക്തമാക്കുക എന്ന് പറയുമ്പോൾ ശരിയാവില്ലല്ലോ. അതാ പറഞ്ഞേ, നെക്കിറകൾ മജ്ഹൂലാണ്. വൽ മജ്ഹൂല് ലാ യുബയ്യിനുൽ മജ്ഹൂല, മജ്ഹൂലിനെ വ്യക്താക്കൂല. അപ്പോൾ ഒരു താബി മത്ബൂ മജ്ഹൂലാണ്, എന്നിട്ട് നെക്കിറ അത്ഫ് ബയാനും നെക്കിറാക്കുക, അപ്പോൾ പിന്നെ ഒരു മജ്ഹൂൽ കൊണ്ട് വ്യക്തത വരുത്തുക, അത് പറ്റൂല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ സ്വഹീഹ് അഭിപ്രായത്തിൽ അത് ജായിസാണ്, കാരണം അത് ഖുസൂസിയത്തൊക്കെ കിട്ടുമല്ലോ. അതാണ് ശേഷം പറയുന്നത് വദുഫിഅ ബി അന്ന ബഅദൻ നക്കിറാത്തി, വദുഫിഅ ബി അന്ന ബഅദൻ നക്കിറാത്തി, അപ്പോൾ അതിനെ ഗണ്ണിക്കപ്പെട്ടു. എന്താ ഗണ്ണിക്കപ്പെട്ടത്? വദുഫിയ ഗണ്ണിക്കപ്പെട്ടു ബി അന്ന ബഅദൻ നക്കിറാത്തി, ഇവർ പറ്റുലാർന്നോൽക്കുള്ള ഗണ്ണന. വദുഫിയ ബി അന്ന ബഅദൻ നക്കിറാത്തി, തീർച്ചയായും ചില നെക്കിറകൾ ഖദ് യകൂനു, ആ നെക്കിറകളാകും അഖസ്സ മിൻ ബാദിൻ, മറ്റു ചിലതിനേക്കാൾ ഒന്നുകൂടി ഖുസൂസിയത്ത് പ്രത്യേകതയുള്ളതാകും. വൽ അഖസ്സു യുബയ്യിനു ഗൈറഹു, അഖസ് എന്താകും? മറ്റുള്ള, അപ്പം എന്താകും? വൽ അഖസ്സു ഒന്നോടും വിശിഷ്ടമായത് യുബയ്യിനു ഗൈറഹു, അതല്ലാത്തതിന് എന്ത് ചെയ്യും? ഒന്നുകൂടി ബയാൻ ചെയ്യല്ലോ. ആദ്യം ഒന്ന് മൊത്തത്തിൽ പറഞ്ഞു, പിന്നെ ഒന്നുകൂടി ഒരു നെക്കറാണെങ്കിലും, പിന്നെ ചിലതൊന്നുകൂടിയും ഖാസായിട്ട് ഖുസൂസിയത്തായിട്ട് പറയാൻ ശേഷം ഉദാഹരണം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഖാസാക്കി പറയുമ്പോൾ ഒരു വ്യക്തത കിട്ടുമല്ലോ. അതാണ് പറഞ്ഞത്. വദുഫിയ ഗണ്ണിക്കപ്പെട്ടു ബി അന്ന ബഅദൻ നക്കിറാത്തി, ചില നെക്കറകൾ ഖദ് യകൂനു, അതാകും അഖസ്സ മിൻ ബഅദ്, മറ്റു ചിലതിനേക്കാൾ ഒത്തുകൂടിയും ഒന്ന് വിശിഷ്ട പ്രത്യേകത ഉള്ളതാകും. വൽ അഖസ്സു, അഖസ്സാവട്ടെ യുബയ്യിനു ഗൈറഹു, മറ്റുള്ളതിനെന്താക്കും? വ്യക്താക്കുകയും ചെയ്യും. വഖദ് ഖുർരിജ അലാദാലിക്ക, അലാദാലിക്ക എന്ന് പറഞ്ഞാൽ ഈ അത്ഫ് ബയാൻ നെക്കിറകളിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നെക്കിറയെ താബിയായിട്ട് അത്ഫ് ബയാൻ നെക്കിറായിട്ട് വരിക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർരിജ, ഈ മസ്അല, ഒരു ഖറജ മസ്അല എന്ന് പറഞ്ഞാൽ അത് ദലീലുണ്ട്, ദലീലിൻ്റെയും ദലീലോട് കൂടെ അതിനെ പുറപ്പെടുവിച്ചു എന്നാണ് ഖുർരിജ. ഖുർരിജ പറഞ്ഞാൽ പുറപ്പെടുവിച്ചു, അത് സ്വഹീഹാണെന്ന നിലക്കും ദലീൽ കൊണ്ടൊക്കെ സ്വഹീഹാണെന്ന നിലക്ക് ഖുർരിജ അലാദാലിക്ക, അലാദാലിക്ക എന്ന് പറഞ്ഞാൽ അല കൗനി അത്ഫിൽ ബയാൻ ഫിൻ നെക്കറ, അല്ലെങ്കിൽ അതായത് നെക്കറകളിൽ അത്ഫ് ബയാൻ അഥവാ നെക്കറനെ താബിയായിട്ട് അത്ഫ് ബയാൻ ഉണ്ടാകുമെന്ന അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ചു. ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗല്, മിമ്മാ ഇൻ സ്വദീദിൻ. ഇവിടെ നോക്കി, നരകത്തിൻ്റെ ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തെ സംബന്ധിച്ച് അള്ളാഹു പറയാം, അവർക്ക് എന്താ ഉള്ളത്? പിന്നെ മിമ്മാ ഇൻ, ഒരു നീരാ. അപ്പോൾ ഇനി ആ നീര് എന്നാണ് അവിടെ പറഞ്ഞത്. പിന്നെ ആ നീരിന് ഒന്നുകൂടിയും എന്താണ്? സ്വദീദ് എന്ന് പറയാണ്. സ്വദീദ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഒരു ഖുസൂസ് കിട്ടിയല്ലോ, ഒരു ഖുസൂസിത്തൊരു പ്രത്യേകത കിട്ടി. നീര് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ നീരാ? സ്വദീദിൻ, അതായത് സ്വദീദ രക്തവും ചലവൊക്കെ കലർന്ന, രക്തവും ചലവും ഒക്കെ നരകത്തിൻ്റെ ആളുകൾ അതൊക്കെ കലർന്ന നീര്. അപ്പോൾ അതൊരു ഖുസൂസിയത്ത് കിട്ടി, അതുകൊണ്ട് ജായിസാണ്. അപ്പം ഈ മാ ഇനാൽ, നീരിനാൽ, അതായത് വെറും നീര് എന്ന് പറയുമ്പോൾ പറഞ്ഞൊന്നും കിട്ടില്ല. സ്വദീദ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി എന്തായി? ഒന്നുകൂടി ഒരു പ്രത്യേകത കിട്ടി. കാരണം ചോരയും മറ്റ് ചലവൊക്കെ കലർന്ന നീരാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ തെളിവ് പിടിച്ചത്. അപ്പോൾ സ്വദീദ് എന്നുള്ളത് എന്താ? അത്ഫ് ബയാനാണ് മാഇനെ. അത് സിഫത്തായി പറഞ്ഞോലും ഉണ്ട്, സ്വദീദ് എന്നുള്ള സിഫത്താക്കി പറഞ്ഞോലും ഉണ്ട്. അതേപോലെ വഖൗലുഹു, അള്ളാഹുവിൻ്റെ ഖൗല്, ഔ കഫാറത്തുൻ തആമു മസാക്കീൻ. കഫാറത്ത് പറഞ്ഞാൽ പ്രായശ്ചിത്തം എന്നാണ്. പക്ഷേ തആമു മസാക്കീൻ എന്ന് നെക്കിറ കൊണ്ട് തന്നെ അത്ഫ് ബയാൻ പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഒരു ഖുസൂസിയത്ത് കിട്ടി. അഥവാ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? തആമു മസാക്കീൻ, മിസ്കിനുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. അപ്പോൾ ഒരു ഫായിദ കിട്ടുന്നുണ്ട്, ഖുസൂസിയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ കഫാറത്തു എന്നുള്ളത് കഫാറത്തുൻ, തആമു എന്നുള്ളത് കഫാറത്തിന് എന്താണ്? അത്ഫ് ബയാനാണ്.
അപ്പോൾ അതാണ് അതിൻ്റെ മറുപടി. ഇനി അത്ഫ് ബയാനായി വരാൻ പറ്റുന്നതൊക്കെ ബദൽ കുല്ലും മിൻ കുല്ലാവാം എന്നാണ് പറയുന്നത്. പക്ഷേ ചിലത് പറ്റൂല, മസലകൾ ഒഴിവാക്കേണ്ട. നമുക്ക് നോക്കാം. വക്കുല്ലുമ എല്ലാ ഓരോന്നും എന്ന് പറഞ്ഞാൽ വക്കുല്ലുസ്മിൻ അർത്ഥം എല്ലാ ഇസ്മും. എങ്ങനത്തെ ഇസ്മ? യസിഹു സൊഹിഹാകും അയ്യക്കൂന അദാവൽ അത്ഫ് ബയാനിൻ. അത്ഫ് ബയാൻ ആവാൻ പറ്റുന്ന എല്ലാ ഇസ്മുകളും ഫ ഇന്നഹു അപ്പോൾ തീർച്ചയായും ആ അത്ഫ് ബയാനായി വരാൻ പറ്റുന്നതിനെ രണ്ടാമതായി വരുന്ന താബീനെ നമുക്ക് യോറബു ഇറാബാക്കാം. ജവാസൻ ഇറാബാക്കപ്പെടും. ജവാസൻ ജായിസ എന്ന നിലയിൽ നിർബന്ധമല്ല. എങ്ങനെ? ബദല കുല്ലു മിൻകുൽ. ബദൽ കുല്ലു മിൻകുൽ എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് എന്താക്കാം? മുറബാക്കാം. വക്കുല്ലുമ എല്ലാ ഇസ്മും യസിഹു സഹിഹാകും യക്കൂന അത്ഫ് ബയാൻ. അത്ഫ് ബയാൻ ആവാൻ പറ്റുന്ന എല്ലാ ഇസ്മും സിഹു അതാ സഹിഹാകും അയ്യക്കൂൻ അത്ഫ് ബയാനിൻ. അത്ഫ് ബയാൻ ആവാൻ പറ്റുന്ന എല്ലാ ഇസ്മും ഫൈനഹു അപ്പോൾ തീർച്ചയായും ആ ഇസ്മിനെ യോറബു മുറബാക്കപ്പെടും. ജവാസൻ ജായിസ എന്ന നിലക്ക് ബദല കുല്ലു മിൻകുൽ എന്ന അടിസ്ഥാനത്തിൽ. അതിൻ്റെ കാരണം നിങ്ങൾ ലി തഖ്രീരിഹി. തഖ്രീരിഹി എന്ന് പറഞ്ഞാൽ ലി തഖ്രീരിൽ ബദലി എന്നർത്ഥം. ഈ ബദൽ ഒന്ന് ഉറപ്പിക്കുന്ന കാരണത്താൽ. എന്തിന്? മാനൽ കലാമി കലാമിൻ്റെ ആശയത്തെ ബദലൊന്നും എന്ത് ചെയ്യുന്നുണ്ട്? തഖ്രീർ ഉറപ്പിക്കുന്ന കാരണത്താൽ. തൗക്കീദിഹി ആ കലാമിൻ്റെ മാനയെ ശക്തിപ്പെടുത്തുന്ന കാരണത്താലുമാണ് പറ്റുമെന്ന് പറയുന്നത്. അതങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബദൽ എന്ന് പറഞ്ഞാൽ ബദൽ തൊട്ട് മുമ്പ് ആമിലുള്ളത് പോലെ തന്നെയാണ്. ഇപ്പോൾ ജാ അഹൂക്ക സെയ്ദ് എന്ന് പറഞ്ഞാൽ ആ മജീഇൻ്റെ ഹുക്കുമ് കൊണ്ട് വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ബദൽ ഏതാണ്? ബദലാക്കി പറയുമ്പോൾ ബദലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള മുബ്ദൽ മിൻഹു ആവട്ടെ അത് തൗത്തി എന്നൊരു ചവിട്ടുപടിയായിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് അത്ഫ് ബയാനാക്കുമ്പോൾ മജി എന്ന ഹുക്കുമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞ അഹൂക്ക തന്നെയാണ്. പിന്നെ അഹൂക്കിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയാണ് സെയ്ദുൻ എന്ന് പറയുക. ബദലാക്കുമ്പോൾ അങ്ങനെയല്ല, ഹുക്കുമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബദലാണ്. അതായത് സെയ്ദുൻ എന്നാണ് മജീഇൻ്റെ ഹുക്കുമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹൂക്ക എന്നുള്ളൊരു ചവിട്ടുപടി എന്നതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇത് ആമിൽ തക്രാറിൻ്റെ ആമിൽ മുമ്പ് ഉണ്ട് എന്ന നിയ്യത്തിൻ്റെ നിലക്കാണ് ഈ ബദൽ. അപ്പോൾ ജാ അഹൂക്ക ജാ സെയ്ദുനാണ്. ജാ അഹൂക്ക ജാ സെയ്ദുൻ. ആ സെയ്ദിൻ്റെ മുമ്പ് ആമിലുള്ളത് പോലെ തന്നെയാണ്. അപ്പോൾ അതൊരു എന്താണ്? അതൊരു തൗക്കീദ്, ഒരു ശക്തിപ്പെടുത്തലുണ്ടല്ലോ കലാമിൻ്റെ. ഒരു ശക്തിപ്പെടുത്തുന്ന പോലെ തൗക്കീദിനെ പോലാണല്ലോ ജാ അഹൂക്ക ജാ സെയ്ദ് എന്ന് പറയുമ്പോൾ ആ ഒരു കലാമിനെ എന്താണ്? ഒരു ശക്തിപ്പെടുത്തുന്നത് പോലെയാണ്. അതാണ് പറഞ്ഞത് ലി തഖ്രീരിഹി എന്ന് പറഞ്ഞാൽ ലി തഖ്രീരിൽ ബദലി. ആ ബദലി ഉറപ്പിക്കുന്ന കാരണത്താൽ മാനൽ കലാമിൻ്റെ മാനയെ തൗക്കീദിഹി അതിനെ ശക്തിപ്പെടുത്തുന്ന കാരണത്താലും. കാരണം എന്താ? ലി കൗനിഹി ആ ബദലായ കാരണത്താൽ അല നിയ്യത്തി തഖ്റാറിൽ ആമിലി. അതിൻ്റെ കാരണം പറയാം. ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അതായത് ആമിൽ ആ തൊട്ട് മുമ്പുണ്ട്, തക്രാറാണ് എന്ന നിയ്യത്തിലാണ് ഈ ബദൽ കിടക്കുന്നത്. അപ്പോൾ ജാ അഹൂക്ക ജാ സെയ്ദുൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഒരു ശക്തി ഉണ്ടല്ലോ, ഒരു ശക്തിപ്പെടുത്തുന്നത് പോലെ തൗക്കീദ് പോലെയായി. എന്നാൽ എല്ലായിടത്തും അങ്ങനെ പറ്റാം. എല്ലാ അത്ഫ് ബയാൻ പറയുന്നിടത്തും നമുക്ക് ബദൽ കുല്ലു മിൻ കുല്ലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ തൊട്ട് മുമ്പ് ആമിൽ അഥവാ മുബ്ദൽ മിൻഹുവിൻ്റെ ആമിൽ എന്താണോ ആ ആമിൽ ഇയാളെ ഈ ബദലിൻ്റെ മുമ്പിലോ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റണം. മാറ്റൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അതാണ് ഈ ശേഷം പറയാൻ പോകുന്നത്. നോക്കുക. വസ്തസ്ന ബഅദുഹും എന്നാൽ അവരിൽ ചിലർ ഇസ്തിസ്ന ഒഴിവാക്കി മിൻ ദാലിക അതിൽ നിന്ന്. അഥവാ അത്ഫ് ബയാൻ ആവാൻ പറ്റുന്നിടത്തിലൊക്കെ ബദൽ കുല്ലാവാൻ പറഞ്ഞല്ലോ. പക്ഷെ അതിൽ നിന്ന് വസ്തസ്ന ബഅദുഹും അവരിൽ ചിലർ ഒഴിവാക്കി മസ്അലത്തൻ ഒരു മസ്അലയെ. വബഅദുഹും അവരിൽ ചിലർ മസ്അലത്തിന് രണ്ട് മസ്അലകൾ ഒഴിവാക്കിയവരുണ്ട്. വബഅദുഹും അക്സറ എന്നാൽ അതിൽ അധികരിച്ചതിനെയും ഒഴിവാക്കിയ ആളുകളുണ്ട്. അബൂ ഹയ്യാന ഇർത്തിശാഫിൽ 11ഓളം രൂപങ്ങൾ പറഞ്ഞതായിട്ട് ഷർഹുകളിൽ പറയുന്നുണ്ട്. എന്നാൽ ഷാരിഹ് പറയാം വഷമിൽ അൽ ജമിയ പറഞ്ഞ എല്ലാത്തിനെയും ഉൾക്കൊണ്ടു ഖൗലുഹു ഇബ്നു ഹിഷാം റഹ്മഹുള്ളയുടെ ഈ ഖൗൽ എന്താ? ഇല്ലം യംതനി ഇഹ്ലാലുഹു. അതെപ്പോഴാണ്? ഇല്ലം യംതനി തടസ്സമായിട്ടില്ലെങ്കിലാണ്. ഇഹ്ലാലുഹു എന്ന് പറഞ്ഞാൽ ഇഹ്ലാലു അത്ഫുൽ ബയാൻ. ഈ അത്ഫ് ബയാനെ ഇറക്കൽ തടസ്സമായിട്ടില്ലെങ്കിലാണ്. അത്ഫ് ബയാൻ എന്നല്ല, ഇതിൽ രണ്ടാമതുള്ള നമ്മൾ ബദലാക്കി പറയുന്ന ഇസ്മുണ്ടല്ലോ, ആ ഇസ്മിനെ ഇറക്കൽ തടസ്സമാവാത്തപ്പോഴാണ് മഹല്ലൽ അവ്വലി ഒന്നാമത്തിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ മത്ബൂവിൻ്റെ. അപ്പോൾ മത്ബൂവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ ബദലാക്കി പറയാൻ പറ്റണമെങ്കിൽ ഈ രണ്ടാമത് ബദലാക്കി പറയുന്ന ആളെ ഇഹ്ലാലുഹു അതാണ് അത്ഫ് ബയാൻ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ അത്ഫ് ബയാനെ ബദലാക്കി നമുക്ക് പറയണമെങ്കിൽ അതിനെ നമുക്ക് ഒന്നാമത്തെ സ്ഥാനത്ത് മഹല്ലൽ അവ്വലി നമ്മൾ മത്ബൂവിൻ്റെ സ്ഥാനത്ത് വെച്ചു കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആമിലുമായിട്ട് യോജിക്കണം.
അതിന് പറ്റില്ലെങ്കിലോ ഫൈനിം തന, ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവും. ഫൈനിം തന അദാലിക്ക എന്ന് പറഞ്ഞാൽ ഫൈനിം തന അദാലിക്കൽ ഇഹ്ലാലു, ആ ഇറക്കൽ അഥവാ ഈ രണ്ടാമത് പറയും നമ്മൾ ബദലാക്കിയോ അതുപോയാനൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെ ഒന്നാം മത്ബൂൻ്റെ സ്ഥാനത്ത് ഇറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തഅയ്യന കൗനുഹു, അപ്പോൾ ആ രണ്ടാമത്തേതാവുക എന്നുള്ളത് നിർണിതമാകും. അത്ഫ് ബയാൻ ആവുക എന്നുള്ളത് കൊണ്ട് നിർണിതമാകും. ബദലാക്കാൻ പറ്റൂല, കാരണം അത്ഫ് ബയാൻ ആമിലിൻ്റെ തക്രാറിലല്ല, ബദലാക്കുമ്പോൾ ആമിലിൻ്റെ തക്രാറിലാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റൂല. ഒന്നാമത്തെ ഓരോന്നിനും ഉദാഹരണം കൊടുക്കണം. ഫൽ മസ്അലത്തുലൂല, ഒന്നാമത്തെ മസ്അല എന്ന് പറഞ്ഞാൽ കൗലിഹി, ഷായറിൻ്റെ കൗല് പോലെയാണ്. അനബ്നു താരിഖിൽ ബക്രി ബിശ്രിൻ അലൈഹി തയ്റു തർഖുബുഹു വുഖൂആന. ഇവിടെ നോക്കി, ഞാൻ ഇബ്നു താരിഖി, തറക്ക നമ്മൾ സയ്യറൻ്റെ ബാബ് പഠിക്കുന്ന രണ്ടാം ഫൂലുള്ളതാണ്, സയ്യറൻ്റെ മേന. അനബ്നു താരിഖി, ഞാൻ ആക്കി തീർത്തവൻ്റെ മകനാണ്. അപ്പോൾ ഞാൻ സയ്യറൻ്റെ മേനാക്ക് തറക്ക വരില്ല. അപ്പോൾ അതിൻ്റെ ഒന്നാം മഫൂലാണ് അൽ ബക്രി. ബക്രി എന്ന് പറഞ്ഞാൽ ബക്ർബിന് വായിലിലേക്ക് നിസ്ബ ചെയ്തതാണ്, ഒരു അറിയപ്പെട്ടൊരു ഗോത്രാണ്. അപ്പോൾ ബക്രീനെ ആക്കി തീർത്തവൻ്റെ മകനാണ് ഞാൻ. അതായത് ബിശ്റിന് അമ്ര ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബക്രി എന്നുള്ളതിൽ നിന്ന് അത്ഫ് ബയാനെ ബിശ്റിനെ അത്ഫ് ബയാനെ ആക്കാൻ പറ്റും, ബദലാക്കാൻ പറ്റൂല. അതിൻ്റെ കാരണം നമുക്ക് പറയാം, അതിൻ്റെ അർത്ഥം പറയാം. എങ്ങനെ ആക്കി തീർത്തു? ഞാൻ, അത് മുബ്തദാണ്. ഇബ്നു താരിഖ്, ഇബ്നു ഖബറാണ്. ഇബ്നു താരിഖിൽ ബക്രിയെ, അതിനെ താരിഖ് എന്ന വസ്ഫിനെ മഫൂലേക്കാണ് ഇദാഫത്ത് ചെയ്തത്. അനബ്നു താരിഖിൽ ബക്രി, ഒന്നാം മഫൂലാണ്. ബക്രീനെ ആക്കി തീർത്തവൻ്റെ മകനാകുന്നു. അതായത് ബിശ്റിനെ ആക്കി തീർത്തവൻ്റെ മകനാകുന്നു ഞാൻ എന്നർത്ഥം. എന്താക്കി തീർത്തു? അലൈഹി, അവൻ്റെ മേലുണ്ട്. അലൈഹി ഖബർ മുഖദ്ദമാണ്. തയ്ർ മുബ്ത മുഅഖറാൻ. അപ്പോൾ ആ ജുംലാണ് രണ്ടാം മഫൂൽ എതിരെ താരിഖിൻ്റെ. അപ്പോൾ അവൻ്റെ മേൽ പക്ഷിയുള്ളവനാക്കി തീർത്തു ഞാൻ. എങ്ങനെ പക്ഷി? തർക്കുബു, ആ ജുംല ഹാല. തർക്കുബുഹു, ആ ബിശ്റിനെ ആ പക്ഷി എന്ത് ചെയ്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വുഖൂഅൻ എന്ന് പറഞ്ഞാൽ മഫൂലു ലഹുവ, അതായത് അവൻ വീഴാൻ വേണ്ടി. അപ്പോൾ വീഴാൻ വേണ്ടി അഥവാ മരിക്കാൻ വേണ്ടി എന്നർത്ഥം. മരിക്കാൻ വേണ്ടി പക്ഷി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായ നിലയിൽ ബിശ്റിനെ ആക്കി തീർത്തവൻ്റെ മകനാകുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ഷായർ പറയാ. ആ ഷായർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക, അദ്ദേഹം ഒരു റജുലാണ്. ഭൂമിയിൽ മുറിയേറ്റ ബിശ്റിനെ ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ്റെ മകനാണ്. അങ്ങനെ ആ മുറിയേറ്റ് ഇങ്ങനെ കിടക്കുകയാണ് ബിശ്ർ. അപ്പോൾ ആ ബിശ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷികൾ അവൻ്റെ റൂഹ് പോകാൻ വേണ്ടി കാത്തിക്കുക, അവനെ തിന്നാൻ. അതാണ് പറഞ്ഞത്. അനബ്നു താരിഖ്, ഞാൻ ആക്കി തീർത്തവൻ്റെ മകനാണ്. അൽ ബക്രീനെ അഥവാ ബിശ്റിനെ. എങ്ങനെ? അലൈഹി തൈർ, അവൻ്റെ മേൽ. തർക്കുബുഹു, അവനെ പക്ഷി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. തർക്കുബുഹു ജുംല ഹാലാണ്. വുഖൂഅൻ എന്നുള്ളത് മഫൂലു ലഹു. വീഴാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി കാത്തിക്കുന്ന രീതിയിൽ ആക്കി തീർത്തവൻ്റെ മകനാന്നാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം നോക്കിക്കോളി. ബിശ്ർ എന്നുള്ളത് അത്ഫു ബയാനിൻ അൽ ബക്രിക്ക് അത്ഫു ബയാനാണ്. വലം യജുസ് കൗനുഹു ബദലം മിൻഹു, ഇവിടെ എന്ത് പറ്റൂല? വലം യജുസ്, അനുവദനീയമല്ല. കൗനുഹു, ഈ ബിശ്ർ എന്നുള്ള ആവൽ, ബദലം മിൻഹു, ആ ബക്രിയിൽ നിന്ന് ബദലാക്കാൻ നമുക്ക് പറ്റൂല. കാരണം എന്താണെന്ന് അറിയുങ്ങൾ? ഇത് കാരണം ലൗ ഹല്ല, ഈ ബിശ്ർ എന്നുള്ളത്, അപ്പോൾ ഇത് ലൗ ഹല്ല ബിശ്ർ, ഈ ബിശ്റിനെ ഇറക്കുകയാണെങ്കിൽ മഹല്ലഹു എന്ന് പറഞ്ഞാൽ മഹല്ലൽ ബക്രീൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊണ്ടുവെക്കണം. കാരണം ബക്രീൻ്റെ ആമിലാര, ജറൂർത്ത് ആമിലാര അത്താരിക്കാണ്. അത് മഫൂലേക്കുള്ള ഇദാഫത്തുമാണ്. ഇദാഫ ലഫ്ദിയാണ്. ലഫ്ദി ഇദാഫത്തിലാണല്ലോ അല്ല ഉണ്ടാകുക. അപ്പം അതിൻ്റെ ഇപ്പം എന്തെങ്കിലും നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ അൽ ബക്രീൻ്റെ ആമിലാരാണ്? താരിഖ്. അതിൻ്റെ താരിഖിൻ്റെ ഒന്നാം മഫൂലാണല്ലോ ബക്രി, ഒന്നാം മഫൂലാണ്. അപ്പോൾ ഈ ബക്രി എന്നുള്ളത്, ഈ ബക്രീൻ്റെ സ്ഥാനത്ത് നമ്മൾ ബിശ്റിനെ ഇറക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാറ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ലസ്തൽസമ, അനിവാര്യമാകും ഇദാഫത്തുൽ വസ്ഫിൽ മുഫ്രദായ വസ്ഫിനെ ഇദാഫത്ത് ചെയ്യൽ. എങ്ങനത്തെ? അൽ മുഹല്ല ബി അല്ലുള്ളതായ, അല്ലുകൊണ്ട് അണിയിക്കപ്പെട്ടെന്നാണ്, അല്ലുള്ളതായ മുഫ്രദായ ഒരു വസ്ഫിനെ ഇദാഫത്ത് ചെയ്യൽ നിർബന്ധമാകും. എങ്ങോട്ട്? ഇലൽ ഖാലി അൻ, എന്ന് പറഞ്ഞാൽ അല്ലില്ലാത്ത
അല്ലിൽ നിന്ന് അല്ലിനെ തൊട്ട് ഒഴിവായ ഒന്നിലേക്ക് മുദാഫിലയിൽ അല്ലില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അതാണ് പറഞ്ഞത്, അല്ലിൽ നിന്ന് ഒഴിവായ ഒന്നിലേക്ക് അല്ലുള്ള മുഫ്രദായ വസ്തുവിനെ ഇദാഫത്ത് ചെയ്യൽ ലാസിമാകും. വഹുവ ഗൈറു ജായിസിൻ, അത് ജായിസല്ല. നമ്മൾ ഇദാഫത്തിന് വാവ് പഠിച്ചണേ. ലഫ്ദിയ ഇദാഫത്തിൽ നമുക്ക് മുദാഫിൽ അല്ല് വരണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശേഷമുള്ള എന്താവണം, അല്ലുള്ളാവണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ അത്താരിക്കുൽ ബക്കിരി എന്നറിയാം. അത്താരിക്കു അദ്ദാരിബുർ റജുലി പറ്റൂ, മനസ്സിലായില്ലേ? അല്ല, അതിനെന്താ നിബന്ധന? മുദാഫിലേഹിൽ അല്ല് വേണം, അല്ലെ മുദാഫിലേഹി അല്ലുള്ളതിലേക്ക് ഇദാഫത്ത് ചെയ്യണം. അദ്ദാരിബുർ റസിൽ ജാനി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇതെന്താ പ്രശ്നം? നമ്മളിവിടെ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ബക്രീൻ്റെ സ്ഥാനത്ത് ഈ ഇപ്പം ബിഷറിൻ്റെ മുമ്പിൽ താരിക്ക് ബദലാക്കുകയാണെങ്കിൽ താരിക്ക് മുമ്പ് എന്ന ആമിലെ മുമ്പിലുള്ള നീയത്തിലാണ്. അങ്ങനെ നമുക്ക് അവിടെ വെച്ച് പറയാൻ പറ്റണം. അപ്പോൾ അനബിനു നമ്മൾ ഈ ബക്രീൻ്റെ സ്ഥാനത്ത് ഇറക്കുമ്പോൾ എങ്ങനെ വരിക? അനബിനു താരിഖി ബിഷിരിൻ, അങ്ങനെ പറയാൻ പറ്റുമോ? അത്താരിക്ക് മുദാഫിന് അല്ലുണ്ട്, ബിഷിറിന് അല്ലില്ല. അത് പറ്റൂല. ഭൂരിഭാഗത്തിൻ്റെ അടുക്കലും ഫറായിമാനെ പോലത്തെ ആളുകൾ അനുവദിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗത്തിൻ്റെ അടുക്കലും പറ്റൂല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാൻ പറ്റൂല? അത്ഫ് ബയാനാക്കാൻ പറ്റൂല. അല്ല, അഫ്വൻ ബദലാക്കാൻ പറ്റൂല, അത്ഫ് ബയാനേ ആക്കാൻ പറ്റൂന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇനി വൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസ്അല നോക്കുക. കൗലിഹി, ഷായറിൻ്റെ കൗല് പോലെ, അയാ അഖവൈന അബ്ദ ശംസിൻ വനൗഫല ഉഈദുകുമാ ബില്ലാഹി അൻ തുഹ്ദിസ ശർറ. അപ്പോൾ അവിടെ എന്താണ് ഇപ്പോൾ തെളിവെന്ന് പറഞ്ഞാൽ, അയാ അഖവൈന, നമ്മുടെ രണ്ട് സഹോദരന്മാരെ. ഇതിൻ്റെ കായിൽ ത്വാലിബ് ബിൻ അബി ത്വാലിബ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാ അഖവൈന, നമ്മുടെ രണ്ട് സഹോദരന്മാരെ, അതായത് അബ്ദ ശംസിൻ വ നൗഫല, നൗഫലെന്ന അബ്ദു ഷംസു നൗഫലേന. അപ്പോൾ അത്ഫ് ബയാനാണ്, ഇവിടെ ബദലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പറയും ഉഈദുകുമാ ബില്ലാഹി, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. അൻ തുഹ്ദിസ ശർറ, നിങ്ങൾ ഷർറുണ്ടാക്കുന്നത് തൊട്ട്, ഷർറ് ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹുവിനോട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി അഭയം ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തെളിവെന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ഇറാബ് അയാ അഖവൈന, അയാ അഖവൈന, അയാ എന്നുള്ളത് ഹർഫു നിദ ആണ്. അഖവൈന മുനാദ മുദാഫാണ് ദമീറിലേക്ക്. അപ്പോൾ മൻസൂബാണ്, യാ കൊണ്ടാണ്. നിയാബത്തൻ അനിൽ ഫത്ഹത്താൻ, കാരണം മുസന്നാണത്. ന ദമീറാണ്. അയാ അഖവൈന. അപ്പോൾ അബ്ദ എന്നുള്ളത് നമുക്ക് അത്ഫ് ബയാൻ. അഖവൈനൻ്റെ രണ്ട് സഹോദരന്മാരെന്നല്ലേ. അബ്ദ എന്നുള്ളത് അബ്ദു ഷംസ് എന്നുള്ളത് എന്താണ് അവിടെ? അത്ഫ് ബയാനാണ്. നൗഫല എന്നുള്ളത് അബ്ദു ഷംസിൻ്റെ മേലേക്ക് മാത്തൂഫാണ്. ഉഈദുകുമാ, ഉഈദു ഫീൽ മുദാരിയാണ്. ഫായില് അന ഉഈദു മുസ്തതിറ ദമീറാണ്. കുമാ എന്നുള്ളതാണ് മഫൂല്. പിന്നെ കുമ മാ ഇത് കുമ അൻ അവിടെ ഹർഫ് മസ്തരിയാണ്. മുദാരിക്ക് നസ്ബ് ചെയ്യുന്ന ആളാണ്. തുഹ്ദിസ ഫിൽ മുദാരി മൻസൂബാണ്, ഹദ്ഫുന്നൂനാണ്. നിയാബത്തൻ അനിൽ ഫത്ഹ, അംസലത്തുൽ ഹംസയിൽപ്പെട്ടുള്ളതാണല്ലോ. അപ്പോൾ മസ്തർ മോവൽ ശരിക്ക് മജ്റൂറാണ് മിന്ന് കൊണ്ട്, അതവിടെ കളയപ്പെട്ട മിന്ന. ഉഈദുകുമാ ബില്ലാഹി മിൻ അൻ തുഹ്ദിസാന, അപ്പോൾ അതിൻ്റെ മുത്തല്ലക്ക് ഉഈദുനോട് തന്നെ. തുഹ്ദിസ അലിഫു ദമീറാണ്, ദമീർ അൽ ഇസ്നൈനി, പിന്നെ ഫായിലാണ്. തുഹ്ദിസ ഷർറൻ മഫൂലാണ്. അപ്പോൾ വാദിഹാണ്. അപ്പോൾ നമ്മൾ തെളിവ് എന്താ ഇവിടെ പറഞ്ഞാലേ നോക്കിയോളി. അബ്ദു ഷംസ് എന്നുള്ളത്, അബ്ദു ഷംസ് എന്നുള്ളതും വനൗഫല എന്നുള്ളതും അത്ഫാ ബയാനിൻ അല അഖവൈന എന്നുള്ളതിൻ്റെ മേലെ അത്ഫ് ബയാനാണ്. വലം യജൂസ്, അനുവദനീയമല്ല കൗനുഹുമ, ഈ അബ്ദു ഷംസും നൗഫലു ആവൽ ബദലൈനി മിൻഹുമ, ബദലാവാൻ പറ്റൂല. മിൻഹുമ എവിടുന്ന്? അബ്ദു ഷംസുൽ അഖവൈനിൽ നിന്ന്. മിൻഹുമ എന്ന് പറഞ്ഞാൽ അഖവൈന എന്ന് പറഞ്ഞില്ലേ, അഖവൈന എന്നുള്ളതിന് ബദലാക്കാൻ പറ്റൂല. ആരെ? ഈ രണ്ടാളുകളെയും. എന്താണെന്നറിയോ? ഇത് കാരണം ലൗ ഹല്ല, അതായത് ലൗ ഹല്ല എന്ന് പറഞ്ഞാൽ അബ്ദു ഷംസും നൗഫല എന്നുള്ളതിനെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ മഹല്ലഹുമാ, ഈ ഹുമ എന്ന് പറഞ്ഞാൽ അഖവൈന, ഈ അഖവൈന എന്ന രണ്ട് സഹോദരന്മാരുടെ സ്ഥാനത്ത് നമ്മൾ ഇറക്കുകയാണെങ്കിൽ ലക്കാനാ ഫി തഖ്ദീരി ഹർഫി നിദ ഇൻ, ഹർഫി നിദ. കാരണം ഇവിടെ ആമിലാര നിദാൻ്റെ ഹർഫല്ലേ. അപ്പോൾ ഈ അബ്ദു ഷംസും നൗഫലിൻ്റെയും മുമ്പിൽ നിദാൻ്റെ ഹർഫുണ്ട് എന്ന തഖ്ദീറിലായി തീരും. അബ്ദു ഷംസിൻ്റെയും നൗഫലിൻ്റെയും മുമ്പിൽ എന്തുണ്ട്? നിദാൻ്റെ ഹർഫുണ്ട് എന്ന നിൽക്കാവും. അപ്പോൾ പിന്നെന്താ സംഭവിക്കുക? അബ്ദു ഷംസ് കുഴപ്പം വരില്ല. അപ്പോൾ നമ്മൾ യാ വെച്ച് കൊടുക്കുക, യാ അബ്ദ ഷംസിന്, അത് കുഴപ്പമില്ല, അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ നൗഫല എന്നുള്ളിടത്തിലെത്തുമ്പോൾ പ്രശ്നം വരും. കാരണം എന്താ? മുഫ്രദായ അലമാണ്. മുഫ്രദായ അലമാകുമ്പോൾ ഇവിടെ നൗഫലൻ എന്നാ പറഞ്ഞത്, നൗഫലൻ മൻസൂബല്ലല്ലോ, അത് മാറേണ്ടി വരും, നൗഫലു എന്നറിയണം. അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം ഇവിടെ നൗഫലൻ എന്നുള്ളത്
അത്തു ബയാനാക്കിയപ്പം കുഴപ്പമില്ല. അഖവൈനാന്ന് മൻസൂബാണ്. അപ്പോൾ അതിൻ്റെ മേലെ അത്തു ബയാനാക്കി അതേ ഇറാബ് കൊടുത്തു അബുദ ഷംസിൻ വനൗഫലൻ. പക്ഷേ നമ്മൾ ബദലാക്കുമ്പോൾ അവിടെ ആമിൽ തക്രാറാണല്ലോ, ഉണ്ട് എന്ന നിലക്കാണല്ലോ. അപ്പോൾ നമുക്ക് നൗഫൽ പ്രശ്നം വരും. അബ്ദ ഷംസ് പ്രശ്നം വന്നില്ലെങ്കിലും നൗഫൽ അവിടെ പ്രശ്നം വരുന്നുണ്ട്. അതാ പറയുന്നത് ഷാരിഹ് വലസിമ. അപ്പം എന്താവും? വലസിമ ദമ്മു നൗഫല, നൗഫലിന് ദമ്മ് കൊടുക്കൽ അനിവാര്യമാകും. അത് ലി കൗനിഹി, കാരണം എന്താ? ഈ നൗഫൽ എന്നുള്ള മുഫ്രദൻ മാരിഫ, മുഫ്രദൻ മാരിഫത്തൻ, മാരിഫയായ മുഫ്രദല്ലേ. അപ്പോൾ എങ്ങനെ നമ്മൾ ശരിക്കും പറയുക? അയാ അബുദ ഷംസിൻ വ നൗഫലു എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ നൗഫലു എന്നല്ല നൗഫൽ എന്നാ. അപ്പോൾ മാറ്റം വരുത്തേണ്ടി വരും. അതുകൊണ്ട് അവിടെ ബദലാക്കാൻ പറ്റൂല, അത്ഫ് ബയാനേ ആക്കാൻ പറ്റൂ എന്നാണ്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും.